മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കൾ കുട്ടികൾ പിറന്നു വീണാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അച്ഛൻ ഇന്ന് പങ്കുവയ്ക്കുക. ഒന്നാമതായിട്ട്, കുട്ടിയുടെ ജനനത്തോടടുത്ത് വീട്ടിലെന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ അത് കുട്ടി കാരണമാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചൊന്നും ഇല്ലെങ്കിൽ പോലും, ഉദാഹരണമായിട്ട് അപ്പൻ മരിച്ചുപോയി, അല്ലെങ്കിൽ അമ്മ മരിച്ചു, അല്ലെങ്കിൽ ഇടിവെട്ടി. അപ്പോൾ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ പറയും, നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ ഇളയ മോൻ റിജുമോൻ ഉണ്ടായപ്പോഴാണ് പപ്പ മരിച്ചു പോയത് എന്ന് റെഫർ ചെയ്യുക. നമ്മൾ കണക്ട് ചെയ്ത് പറയുക. ചിലപ്പോൾ ഓർക്കാൻ വേണ്ടിയൊക്കെ പറയുന്നതായിരിക്കാം, പക്ഷെ അത് കുഞ്ഞുങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. പറയാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കൊളോസോസ് 3:21 നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്, അവർ നിരുന്മേഷരാകും എന്ന് തന്നെയാണ് തിരുവചനം പറയുക. ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. രണ്ടാമത്, സ്പർശനം സാന്നിധ്യം കൊടുക്കണം. മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൻ്റെ തഴമ്പുള്ള കൈയും അമ്മയുടെ മൃദുലമായ കൈയും ഒന്നിച്ചു തഴുകിയെങ്കിലേ കുഞ്ഞുങ്ങൾ വളരേണ്ടതുപോലെ വളരൂ എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ ചെങ്ങന്നൂർ ഒരു യാക്കോബായ കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ, യാക്കോബായ അച്ഛൻ നമുക്കറിയാം, വിവാഹം കഴിക്കുന്ന അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നോട് കാഷ്വൽ ടോക്കിൽ പറഞ്ഞതാണ് കേട്ടോ. എന്നോട് ലൂയിസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ശരിക്കും ജീവിക്കുന്നുണ്ട്. എന്താ അച്ഛൻ പറഞ്ഞില്ലേ പിള്ളേരൊക്കെ എടുക്കണമെന്ന്. എന്നിട്ട് അച്ഛൻ പറയാണ്, അഭിമാനത്തോടെ അച്ഛൻ പറഞ്ഞ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ എല്ലാ കുട്ടികളും എൻ്റെ വായിൽ മുള്ളിയിട്ടുണ്ട് അച്ഛ എന്നാണ് പറഞ്ഞത്. അച്ഛൻ സന്തോഷത്തോടെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ശരിക്കും എടുക്കും, താലോലിക്കും, പരിലാളിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുക. ഞാനത് എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് സ്പർശന സാന്നിധ്യം കൊടുക്കുവാൻ കടമയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. മൂന്നാമതായിട്ട്, മാതാപിതാക്കൾ പിണങ്ങി വേർപെട്ട് നിന്നാൽ കുട്ടികൾ തകരും. അവർക്ക് അരക്ഷിത ബോധമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എഫേസൂസ് 6:12 പറയുന്നുണ്ട്, തിന്മയ്ക്കെതിരെ പടവെട്ടുക, തമ്മിൽ പടവെട്ടരുത്. പലപ്പോഴും നമ്മുടെ വീട്ടിൽ തമ്മിൽ പടവെട്ടുകയാണ്. അവൾ ജയിച്ചോ അവൻ ജയിച്ചോ ഇതൊക്കെ നമ്മൾ നോക്കുന്നു. പിള്ളേരവിടെ നിൽപ്പുണ്ടോ നമ്മൾ നോക്കത്തേ ഇല്ല. എന്ത് വന്നാലും കൊള്ളാം, എനിക്ക് ജയിക്കണം. അപ്പോൾ വാക്കുകൊണ്ടായി, ചിലപ്പോൾ പ്രവൃത്തി ഉണ്ടായി, അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നമുക്ക് കുഞ്ഞുങ്ങളോടുണ്ടാവരുതെന്ന് സ്നേഹം ഓർപ്പിക്കുകയാണ്. നാലാമത്, പങ്കുവെക്കാനുള്ള മനോഭാവം പരിശീലിപ്പിക്കണം. ഇന്ന് വളരെയേറെ കുറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം പിള്ളേർ ഒത്തിരിയാണല്ലോ, പങ്കുവയ്ക്കാൻ പറ്റുകയില്ല. ഇന്ന് അത് ബുദ്ധിമുട്ടാണ്. ഷെയർ ചെയ്യാനായിട്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ സ്വാർത്ഥമതികളായി തീരുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ വിടരുത്. മിഠായി കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കുവാൻ പ്രേരിപ്പിക്കുക. അത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും കൂടെ കൂടി കേട്ടോ, മൊത്തം 12 പേര്. അപ്പോൾ വല്യമ്മച്ചി മിഠായി കൊണ്ട് 12 മിഠായി മേടിച്ചുകൊണ്ട് വരത്തുള്ളൂ. അത് ഞാൻ ഏറ്റവും ഇളയ ആൾ, ഞാൻ കൊടുക്കണം. അത് എന്നെ കൊണ്ട് കൊടുപ്പിച്ചിട്ടാണ് അമ്മച്ചി അടങ്ങത്തുള്ളൂ. അപ്പോൾ അതൊരു കൊടുക്കാനുള്ളൊരു മനോഭാവം നമ്മൾ പരിശീലനം കൊടുക്കുകയാണ്. കുട്ടികൾക്ക് അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒന്ന് മുറിച്ചു കൊടുത്ത, ഒരു ഏത്തയ്ക്കായിട്ട് പകുതി മുറിച്ചു കൊടുത്ത പിള്ളേർ തിന്നത്തില്ല. എനിക്ക് വേണ്ട, എനിക്ക് മുഴുവൻ വേണം പിള്ളേർ പറയും. നമ്മളതിനെ ഉടനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ദൈവപിതൃത്വം മക്കളെ മനസ്സിലാക്കി വളർത്തണം. നമ്മുടെ യഥാർത്ഥ അപ്പൻ ദൈവമാണ്. ഞാൻ ആ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണെന്ന് അപ്പൻ പറഞ്ഞു കൊടുക്കണം. അപ്പൻ പറയുമ്പോൾ അത് മനസ്സിലാകും. എഫേസൂസ് 3:14 പറയുന്നുണ്ട്, എല്ലാ പിതൃത്വവും പിതാവിൽ നിന്നാണ്. അപ്പം ഈ സ്നേഹം, പങ്കുവെക്കൽ എല്ലാം വേണം. ഇത് ത്രിത്വിക ദൈവത്തിനുള്ളതാണ് എന്ന ബോധ്യം അപ്പൻ തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം.
നിങ്ങളുടെ യഥാർത്ഥ അപ്പൻ ദൈവമാണ്. ഞാനും അമ്മച്ചിയും ഒക്കെ ആ ദൈവത്തിൻ്റെ പകരം നിൽക്കുന്ന ആളുകളാണെന്ന് ബോധ്യം കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തിയെടുക്കുവാൻ ശ്രദ്ധിക്കണം. പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചില കടമകൾ അച്ഛനൊന്ന് സൂചിപ്പിക്കുകയായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബങ്ങളെ നല്ല കുടുംബങ്ങളാക്കി രൂപപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ആമുഖത്തോടു കൂടി ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ആരുടേതാണ്? ഉപ്പുതറയിൽ നിന്നും സോമിനിയുടെ കത്താണ് ഇന്നത്തെ ആദ്യത്തെ. ബഹുമാനപ്പെട്ട അച്ഛ, ഞാനൊരു വീട്ടമ്മയാണ്. എൻ്റെ മകൻ എപ്പോഴും പറയുന്നു ഞാൻ മനുഷ്യനാണ്, തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ ഞാനൊരു ദൈവമല്ല എന്ന്. അവനോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവൻ ദൈവസ്നേഹത്തിലും പരിശുദ്ധാത്മാവിലും നിറയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളി പൊടിവലി എന്ന ദുശീലത്തിനടിമയാണ്. അദ്ദേഹം പറയുന്നു ഇപ്പോൾ വയസ്സായി, ഇനി സുഖമായി കുടിച്ചു മരിക്കണം. ഈ അന്ധകാര ബുദ്ധിയിൽ നിന്ന്, ഈ ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? പലവിധ രോഗങ്ങളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനും മകനും ഒരു മാനസാന്തരം ലഭിക്കുവാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരായി അവരെ രൂപാന്തരപ്പെടുത്തുവാൻ ഞാൻ എന്തു ചെയ്യണം? അച്ഛാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ശാലോം ടി വിയിലൂടെ നൽകണമേ. തീർച്ചയായിട്ടും സോമിനിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യനായതുകൊണ്ട് തെറ്റ് ചെയ്യേണ്ടതില്ല. ഞാൻ എല്ലാവരോടും കൂടെ പറയുക. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, മനുഷ്യനല്ലേ പാപമൊക്കെ ചെയ്തു പോകും. മനുഷ്യൻ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവനാണ്. എഫേസൂസ് 1:4 ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മളെ തിരഞ്ഞെടുത്ത് എന്തിനാണ്? സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കും. ഇതിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. എല്ലാവരും പറയുന്നത് എന്നാ? മനുഷ്യനല്ലേ പാപം ചെയ്തു പോകും, ഞാനെന്നാ ക്രിസ്തുവാണ്? അതാണ് ഇവിടെ ഈ മകനും ചോദിച്ചത്. അതുകൊണ്ട് അതൊരിക്കലും ശരിയായ പ്രശ്നമല്ല. നമ്മൾ സ്നേഹത്തിൽ പരിശുദ്ധരാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ഓർക്കുക. ഇനി സോമന് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് പ്രാർത്ഥന. അത് വലിയ ശക്തിയാണ്. ഞാനതിലും സോമിനിയെ അഭിനന്ദിക്കുകയാണ്. അത് തുടരുക. സോമിനി തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. പൊടിവലി വളരെ ദൂഷ്യം ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല പരിഹാരം എനിക്ക് തോന്നുന്നത് ബോധ്യം കൊടുത്ത് നേടിയെടുക്കണം. ചിലപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നില്ലായിരിക്കും പൊടിവലിയുടെ ദൂഷ്യമൊക്കെ. ഭയങ്കര നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. വാസ്തവത്തിൽ അദ്ദേഹത്തിന് എന്താണ് വാർദ്ധക്യം എന്ന് മനസ്സിലായിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വാർദ്ധക്യം അനുഗ്രഹീത കാലഘട്ടമാണ്. കിട്ടിയ വചനത്തിലൂടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരവസരമാണ് വാർദ്ധക്യം. അത് മനസ്സിലാക്കാതെയാണ് ഇനി എനിക്ക് കുടിച്ചു മരിക്കണമെന്നൊക്കെ പറയുക. അത് തെറ്റായ ഒരു ചിന്തയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അതിനായിട്ട് പ്രേരിപ്പിക്കുക. ഒരുപക്ഷെ സോമിനിക്കത് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വചനത്തിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദൈവമില്ലാത്ത വാർദ്ധക്യം ഒരു സന്തോഷവും തരുകയില്ല. കർത്താവിനെ ഒഴിവാക്കി കഴിയുമ്പോൾ വാർദ്ധക്യം നിരാശ പിടിച്ചു. കാരണം പ്രതീക്ഷയ്ക്ക് അവിടെ വകയില്ല, തീർന്നു, എല്ലാം തീർന്നു. അതാണ് ഇതിനകത്ത് പറയുന്നത്, ഇനി കുടിച്ചങ്ങ് മരിച്ചാൽ മതി എന്ന് പറയുക. അതൊരു തെറ്റായ ഒരു ചിന്തയാണത്. ബോധ്യം കൊടുക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക. റോമ 4:20 പറയുന്നുണ്ട്, എബ്രഹാം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചു. എബ്രഹാം വളരെ വാർദ്ധക്യത്തെ കണ്ട മനുഷ്യനാണ്, പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുകയാണ്. സങ്കീർത്തനം 92:14 വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും എന്ന് തിരുവചനം പറയാണ്. എൻ്റെ അഭിപ്രായം സോമിനി പ്രാർത്ഥനയിലൂടെ ഈ വ്യക്തിയെ നേടണം. ദൈവം തന്ന ആളാണല്ലോ. അപ്പനെയും മകനെയും പ്രാർത്ഥിച്ച് നേരെയാക്കണം. ഇതിന് സോമിനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സോമിനിക്ക് ആ ഒരു മനോഭാവമുണ്ട്. ശാലോം ടി വി കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നല്ലൊരു മനുഷ്യരുടെ ലക്ഷണം തന്നെയാണ്. സോമിനിക്കത് സാധിക്കും. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. സോമിനിയുടെ കയ്യിലേക്ക് ദൈവം തന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അവരെ ദൈവത്തിന് വേണ്ടി നേടണം. പിന്നീട് ഒരു നല്ല ധ്യാനം കൂടാൻ പ്രേരിപ്പിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഇതേക്കുറിച്ച് എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? ഈ മകൻ മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യും, ഞാനൊരു ദൈവമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ദൈവം പോലും പ്രലോഭനങ്ങളെ നേരിട്ടവനാണ്. അപ്പം നമുക്കും പ്രലോഭനം ഉണ്ടാകാം, പക്ഷേ അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കണം. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്
വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ സദാസമയവും പ്രാർത്ഥിക്കുക. അപ്പം ഈ പാപത്തിൽ വീഴാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും. അമ്മ പ്രത്യേകം മകന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ പൊടിവലി ഏറ്റവും ദൂഷ്യം തന്നെയാണ്. പക്ഷേ മദ്യപാനത്തെക്കാളും ദൂഷ്യമാണ്. മദ്യപാനവും ദൂഷ്യം, പൊടിവലിയെല്ലാം അതെല്ലാം ഒരുപോലെ തന്നെ ദൂഷ്യം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ സ്നേഹത്തിൽ നമ്മൾ പരിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതാണ് ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. പക്ഷേ നമ്മൾ പരിശുദ്ധരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളതിനെതിരായി പാപം ചെയ്യുന്നു. അത് തന്നെയാണ് ഈ മകൻ പറയുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ പോലെ ആകണം. ദൈവത്തിന് ദൈവഹിതമനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയുള്ളവരായി തന്നെ ജീവിക്കണം. അപ്പം അതിനുവേണ്ടി ഈ അമ്മ നിരന്തരം ഭർത്താവിനും മകനും വേണ്ടി പ്രാർത്ഥിക്കുക, മകനെ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ പ്രായമായെന്നാണ് പറയുന്നത്. എത്ര വയസ്സായെന്നൊന്നും പറയുന്നില്ല. വയസ്സായി കുടിച്ച് മരിക്കണമെന്നൊക്കെ പറയുന്നു. പക്ഷേ വാർദ്ധക്യമാകുമ്പോഴാണ് കൂടുതലും മനുഷ്യർ പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ താല്പര്യപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം പഴയതിലും കൂടുതൽ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സജീവരാകുന്നതും കൂടെ പ്രായമാകുമ്പോഴേ. പക്ഷേ ഇവിടെ പറയുന്നു വയസ്സായി, അതുകൊണ്ട് ഞാൻ കുടിച്ച് മരിക്കണം എന്നൊക്കെ പറയും. അപ്പം ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ അമ്മച്ചിയെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും പറ്റുകയില്ല. അപ്പം അമ്മച്ചി നിരന്തരം പ്രാർത്ഥിക്കുക. രാത്രിയിൽ എഴുന്നേറ്റ് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയോ 3 മണി സമയത്ത് എഴുന്നേറ്റിരുന്ന് കരുണയുടെ കൊന്ത ചൊല്ലുക. അങ്ങനെയുള്ള ഭക്താനുഷ്ഠാനങ്ങളൊക്കെ ചെയ്താൽ എല്ലാത്തിനും ഒരു പരിഹാരമാകും. പിന്നെ പ്രത്യേകമായും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് പ്രാർത്ഥിച്ച് ഇവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു വിടുതൽ ലഭിക്കും എന്നാണ് നിമ്മിയുടെ അഭിപ്രായത്തിൽ. പ്രാർത്ഥനയിലൂടെ നേടണം എന്നുള്ളതാണ് നിമ്മി പറയുന്നത്. ടോമിഷൻ എന്ന് പറയുന്നു. ഈ മകനെ കുറിച്ച് ആദ്യം പറയട്ടെ. മകനെ ഞാനൊരു മനുഷ്യനായതുകൊണ്ട് പാപം ചെയ്യണം എന്ന ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നൊരു, ഞാൻ അതിന് ദൈവമൊന്നും അല്ലല്ലോ എന്ന് പറയുന്ന ഒരു പല്ലവിയുണ്ട്. അത് കേട്ട് പറയുന്നതാണ്, അല്ലാതെ അതിനകത്ത് കഴമ്പുള്ളതല്ല. അച്ഛൻ പറഞ്ഞ പോലെ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവൻ നിന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് സ്വർഗീയമായ സകല ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവനാ നീ. അപ്പോൾ ഈ സ്വർഗീയമായ ആത്മീയ വരങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി മനുഷ്യന് ജന്മനാ തന്നെ ദൈവത്തിൻ്റെ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികൾക്കും നൽകപ്പെടുന്നുണ്ട്. സ്വർഗീയമായ സകല ആത്മീയ വരങ്ങളും ഇവനുണ്ട്. അതെടുത്ത് ഉപയോഗിക്കാത്തവനാ തെറ്റുകാരൻ. ഇത് തന്നിരിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മീയ കൃപകൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് വളർത്തിയെടുത്തുകൊണ്ട് തിന്മയ്ക്കെതിരെ പോരാടാൻ വേണ്ടി, തിന്മയ്ക്ക് അതിൻ്റെ കൂടെ കിടക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ നിന്നെ ദൈവം നിൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കേണ്ട കാര്യമില്ല. നീ പാപരഹിതനായി ജീവിക്കാൻ വേണ്ടി തന്നെ ആ പാപത്തിന് അവൻ സ്വയം ബലിയായി തീർന്നത്. വിശുദ്ധിയിൽ ജീവിക്കാൻ സ്വർഗീയ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീ പരിശുദ്ധനായിരിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വിളി. അതിനു വേണ്ടി ആ പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കല മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഞാൻ പാപി അതുകൊണ്ട് പാപം ചെയ്യും എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല. അവൻ പാപത്തിന് മരിച്ചവനാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നത് പോരാട്ടം അവിടെയാണ്. ഒരു ക്രൈസ്തവൻ്റെ പോരാട്ടം തിന്മയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിലാണ് മരണം വരെ. അപ്പനോടും അത് തന്നെ പറയാം, മരണം വരെ ഈ പോരാട്ടത്തിലാണ്. ഈ എപ്പിക്കൂറിയൻ സിദ്ധാന്തമാണ് തിന്നുക, കുടിക്കുക, മരിക്കുക എന്നുള്ളത്. അവിടെ ആത്മാവില്ല. ഈ മനുഷ്യൻ ഈ അപ്പൻ്റെ മനസ്സിലേക്കും കടന്നു വരേണ്ട ചിന്ത ഇതാ. ഇത് നിത്യജീവനിലേക്കുള്ള പ്രവേശനത്തിൻ്റെ സമയമാണ്. ആ പരീക്ഷണ ഘട്ടത്തിലേക്കായപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന കാര്യം അച്ഛൻ പറഞ്ഞ പ്രാർത്ഥനയിൽ ഒരുങ്ങാൻ എന്നൊക്കെ പറയുമ്പം ഈ വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു പോകേണ്ട വളരെ തീവ്രമായ രംഗത്താണ്, ഫൈനൽ എക്സാമിനേഷനിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ദൈവത്തോട് അടുത്ത സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കേണ്ടത്. അതിന് പകരം ഞാൻ തിന്നുക, കുടിക്കുക, മരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് തീർന്നു. നിത്യജീവനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോവുക, അതല്ല വേണ്ടത്. ഈ അപ്പനും മകനും രണ്ടു പേർക്കും ഈശോ ആരാണെന്നും ക്രൈസ്തവ ജീവിതം എന്താണെന്നുള്ള ബോധ്യം കിട്ടിയിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ക്രൈസ്തവ ജീവിതത്തിൽ വളരെ വ്യക്തമായ ബോധ്യങ്ങൾ നമുക്കുണ്ടാവണം. ഇത് ലോകത്തിന് അനുരൂപരാകാതെ വിശുദ്ധിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട വലിയ ദൗത്യമാണ് മാമോദിസ സ്വീകരിച്ച എല്ലാവർക്കും ഉള്ളത്.
വിളക്കുമാടങ്ങളാ, പ്രഭ ചൊരിയേണ്ട ഗോപുരങ്ങളാ ഓരോ ക്രൈസ്തവനും. ഇതുകൊണ്ട് നമ്മൾ മദ്യത്തിനോ പൊടിവലിക്കോ മയക്കുമരുന്നുകൾക്കോ ഒക്കെ അടിമയായി നടന്നിട്ടും ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ, ഞാനൊരു മനുഷ്യനാ എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കോപം വലിച്ചു വെക്കാനും നമ്മുടെ ജീവിതം തകർത്ത് കളയാനും മാത്രമേ ഉപകരിക്കത്തുള്ളൂ. ജീവിതം ജീവിക്കാനുള്ളതാ. അത് വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിത്യത അവകാശപ്പെടുത്തുവാനുള്ളതാണ്. ഈ ലോകത്തെ ജീവിതം അതിനു വേണ്ടിയുള്ളതാണ്. നിത്യതയിലേക്ക് കടന്നു പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് അർത്ഥമില്ല, തീർന്നു. കന്നുകാലികളെ പോലെ അങ്ങ് പോകുന്ന അവസ്ഥയല്ല. മനുഷ്യനെ ഈശോ അവൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് ഈ ലോകത്തിൽ സാക്ഷ്യമായി ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് നമ്മളെ. അപ്പം അതുകൊണ്ട് ആ ബോധ്യം, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ബോധ്യം രണ്ടുപേർക്കും ഉണ്ടാകണം. അവർ രണ്ടുപേരും കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ കേൾക്കുന്ന അനേകർക്കത് കാരണം ബോധ്യമാകണം. ഈ സഹോദരി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പൻ്റെയും മകൻ്റെയും ആത്മാവ് സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന വേണം. അച്ഛൻ പറയുന്നത് പോലെ ഒരു ധ്യാനം കൂടുന്നത് നല്ലതാണ്. ഒരു ധ്യാനം കൂടിയാൽ ഒരു പക്ഷേ എങ്കിലേ ഈ കുറേ ബോധ്യത്തിലേക്ക് അവർ വരും, അവിടെ കിട്ടുന്ന കാര്യങ്ങൾ. അങ്ങനെ മനുഷ്യൻ്റെ അഭിപ്രായത്തിൽ ആത്മാർത്ഥമായിട്ട് സോമിനി പ്രാർത്ഥിക്കുക, അതുപോലെ ധ്യാനം കൂടാനായിട്ട് പ്രേരിപ്പിക്കുക. മറ്റൊരു പക്ഷേ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു ധാരണയാണ്, അത് തിരുത്തണം. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ആത്മീയ വരങ്ങളാൽ നിറയപ്പെടാനാണ് തിരഞ്ഞെടുത്തത്, അല്ലാതെ പാപം ചെയ്യാനല്ല എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടന്നാലോ? അടുത്ത കത്ത് കാഞ്ചിയാറിൽ നിന്നും ഫിൽസി എഴുതുന്നതാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 21 വർഷമായി. 2 പെൺകുട്ടികളുമുണ്ട്. എൻ്റെ ഭർത്താവിന് 49 വയസ്സുണ്ട്. 12 വയസ്സ് മുതൽ തുടങ്ങിയ പുകവലി ഇതുവരെ നിർത്തിയിട്ടില്ല. അദ്ദേഹം ഒരു ഷുഗർ രോഗി കൂടിയാണ്. 2 മാസം മുൻപേ ഷുഗർ കൂടി ഇടതുകാൽ പഴുത്ത് മുട്ടിന് മുകളിൽ വെച്ച് കാൽ മുറിച്ച് കളഞ്ഞു. എന്നിട്ടും പുകവലിക്ക് യാതൊരു മാറ്റവുമില്ല. കൂടാതെ എനിക്ക് അലർജി മൂലം ശ്വാസം മുട്ടലുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? പുകവലിക്ക് ചികിത്സയുണ്ടോ? ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ശാലോം ടി വിയിലൂടെ നൽകണമേ. ഫെൽസിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പുകവലി ഒരു വലിയ ദുസ്വഭാവമാണ്. പലരും ഓർക്കും, ചെറിയൊരു വലിയല്ലേ, അത് വലിയ സാരമില്ല എന്നാണ്. എന്നാൽ ഇത് വളരെ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. 1 കൊറിന്തോസ് 3:16-17 നമ്മൾ പറയുകയാണ്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, അത് നശിപ്പിക്കരുത്. നമുക്കാർക്കും അവകാശമില്ല. ഈ പുകവലി വളരെ ഗൗരവമായിട്ടുള്ള തിന്മയാണ്. പൊതുസ്ഥലത്ത് പുകവലി ഇപ്പോൾ നിയമവിരുദ്ധമാണ്. കണക്കുകളനുസരിച്ച് പറയുന്നത് 30 ലക്ഷം പേര് ഇതുമൂലം പ്രതിവർഷം മരിക്കുന്നുണ്ടെന്നാണ്. ഇത് മാത്രമല്ല, ഭാര്യയ്ക്ക് ശ്വാസം മുട്ടൽ കൂടിയുണ്ട്. എഴുത്തിനകത്ത് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുള്ളപ്പോൾ കൂടുതൽ ദൂഷ്യം ഇത് ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. പറഞ്ഞു നോക്കിയിട്ടൊന്നും യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ അദ്ദേഹം നിസ്സഹായനായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ചികിത്സ മാത്രമാണ് അഭയം. ഇവിടെ ഫിൽസി ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, പുകവലിക്ക് ചികിത്സയുണ്ടോ? ഉണ്ട് എന്നത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല സ്ഥലത്തും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ പോയാൽ മതി. പുകവലിക്ക് ചികിത്സയുണ്ട്. ഇപ്പോൾ മദ്യപാനത്തിന് വിടുതൽ കിട്ടുന്ന അത്ര എളുപ്പമല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു, എങ്കിലും സാധിക്കും. പ്രയാസമുള്ളതാണ്. എങ്കിലും ചികിത്സയും പ്രാർത്ഥനയും ഒന്നിച്ചു ചേർത്താൽ ഇത് മാറ്റിയെടുക്കാം. ചികിത്സ വേണം, അതോടൊപ്പം തന്നെ ഫിൽസിയുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും വളരെയേറെ ഇതിന് ഫലം ചെയ്യും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഫിൽസി നന്നായിട്ട് പ്രാർത്ഥിക്കുക, തിരുരക്തം അദ്ദേഹത്തിന് മേൽ തളിച്ചു പ്രാർത്ഥിക്കുക. ഇത് തെറ്റാണെന്ന് ബോധ്യം വരാനും അത് മാറ്റാനും ഒരു ജീവിത നവീകരണത്തിലേക്ക് വരാനും പ്രാർത്ഥനാപൂർവ്വം പ്രേരിപ്പിക്കുക. ഹെബ്രായ 9:13-14 പറയുന്ന പോലെ ഈശോയുടെ തിരുരക്തം നിർജീവ പ്രവർത്തികളിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കും. അപ്പം ആ വ്യക്തിയെ അത് പ്രേരിപ്പിച്ച് അതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ നേടണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അതിനായിട്ട് പരിശ്രമിക്കണം എന്നതാണ് എനിക്ക് ഫിൽസിയോട് പറയാനുള്ളത്. ടോമിസ് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ആ മനുഷ്യനെ ഇത് ഒരു കണ്ണു തുറപ്പായിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
കാരണം അദ്ദേഹം ഇത് കേൾക്കുമോ, അദ്ദേഹം കേൾക്കുന്നതിന് വീർപ്പുള്ള ആളല്ലായിരുന്നു വേണം ഇതിന്ന് കാണാനായിട്ട്. നല്ലൊരു മനുഷ്യനായിട്ടാണ്. ഈ കൊച്ചിലെ മുതലേ 12 വയസ്സിൽ തുടങ്ങിയതാണ്. ഒരു ഹാബിറ്റായി, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് തുടങ്ങിയപ്പോൾ അതൊരു ഹാബിറ്റായി മാറിയതാണ്. ഈ നിക്കോട്ടിനാണ് ഇതിനകത്തുനിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഒരു മാരകമായ വിഷമാണ്. ഇത് വന്ന് അടിഞ്ഞുകൂടിയാൽ ഈ പറഞ്ഞതുപോലെ കാലും കൈയൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥ ഉണ്ടാകുക സ്വാഭാവികമാണ്. അത്രയേറെ വലിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മോചനം നേടാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കേണ്ടത്. 2, ഭാര്യയ്ക്ക് വിമിഷ്ടം, അലർജി എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉച്ഛ്വാസവായു ഏറ്റെടുക്കുന്നയാളാണ് ഈ ഭാര്യ. ഇത് കുറേ കാലം കൊണ്ട് അവർ രോഗിയായില്ലെങ്കിലേ അർത്ഥമുള്ളൂ, അതിശയിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ കൂടെ ഈ അവസ്ഥയിലാക്കിയത് പ്രിയ ഭർത്താവെ നിങ്ങളുടേതായ ഈ തെറ്റായ ശീലമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയണം. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരൻ പറഞ്ഞത്, എൻ്റെ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു സഹോദരൻ പറഞ്ഞത്, ആദ്യമായിട്ട് ഒരു ദിവസം 4 പാക്കറ്റ് 5 പാക്കറ്റ് സിഗരറ്റ് വലിക്കുമായിരുന്നു. ഡിവൈനിൽ ഞാനൊരു ധ്യാനത്തിന് എന്നെ പ്രേരിപ്പിച്ച്, എൻ്റെ ഒരു സ്നേഹിതൻ പ്രേരിപ്പിച്ച് ധ്യാനത്തിന് കൊണ്ടുപോയി. ധ്യാനം കൂടി കഴിഞ്ഞിട്ട് അന്ന് നിർത്തിയതാണ്. പിന്നെ ഞാൻ ഇന്ന് വരെ വലിച്ചിട്ടില്ല. അതുപോലെ നമുക്ക് തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് മോചനം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതായാലും ഒരു കാല് പോയി. ഇനിയുള്ളത് കർത്താവിൻ്റെ മുമ്പിൽ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളതോടെ മുറിച്ച് കളഞ്ഞ് കയ്യും കാലും ഇല്ലാത്തവനായിട്ട് സ്വർഗത്തിൽ ചെല്ലുന്നതിലും ഭേദം നന്നായിട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക. പ്രായമായ അവസ്ഥയിൽ ഇനിയും നമ്മളുടെ ശരീരം പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ബോധ്യം നമുക്ക് വേണം. കള്ളും കുടിച്ചു, സിഗരറ്റും വലിച്ചു, പൊടിയും വലിച്ചു ഒക്കെ ആയിട്ട് ഇത് മലിനമാക്കി ഈ തിന്മയുടെ വേസ്റ്റ് ഇടുന്ന ഒരു ബോക്സാക്കി നമ്മുടെ ശരീരം മാറ്റാതെ നമ്മൾ വിശുദ്ധിയിൽ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവരാണ്. എൻ്റെ സഹോദര, തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തന്നെ നിർത്തുക. പ്രാർത്ഥിക്കുക. വലിക്കണമെന്ന് തോന്നുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അതൊക്കെ ഒരു റെമഡിയാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. കുടിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മോചനം നേടാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. ഈ ആസക്തി നമ്മളിൽ വളരും. ഇത് വലി നിർത്തുന്ന ആളുകൾക്ക് പറയുന്നത് കേട്ട് അതിൻ്റെ ആരെങ്കിലും വലിക്കുന്നതിൻ്റെ സ്മെല്ല് കേട്ടാൽ പിന്നെ കത്തും. അതുപോലും കുറേ നാളത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോചനമാണ്. പിന്നെ ഇതിൻ്റെ പുകവലിയുടെ സ്മെല്ല് കേൾക്കുന്നത് നമുക്ക് അലർജി ആയിട്ട് വരും. അതുകൊണ്ടൊന്ന് പരിശ്രമിച്ചാൽ ഇതിൽ നിന്ന് മോചനം നേടാം. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ ആ സ്ത്രീയെ രോഗിയാക്കിയതിനകത്ത് വലിയ പങ്ക് സഹോദരൻ തന്നെ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ആഗ്രഹം ആദ്യം വേണം. എനിക്ക് മോചനം നേടണം, നല്ല മകനായിട്ട് എനിക്ക് ജീവിക്കണം, ഇത് അനേകരുടെ മുമ്പിൽ സാക്ഷ്യമാക്കണം എന്ന ആഗ്രഹത്തോടെ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുക. ദൈവാനുഗ്രഹം തരും. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥനാപൂർവ്വം ഈ തിന്മയിൽ നിന്ന് അകലുവാനായിട്ട് തീക്ഷ്ണമായി പരിശ്രമിക്കണമെന്നുള്ള ചിന്തയാണ് ടോമിച്ചൻ നൽകിയിരിക്കുക. ഫിൽസി അതിനായിട്ട് പ്രാർത്ഥിക്കുക. എന്ത് പറയുന്നു നിമ്മി? മദ്യപാനം ഒരു രോഗമാണ്. അത് മദ്യം കഴിക്കുന്നവന് മാത്രമേ ആ രോഗം വരുന്നുള്ളൂ. അതേസമയത്ത് പുകവലിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി രോഗം കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാധിക്കും. എങ്കിലും ഇത് വലിക്കുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു വഴിയെ പോകുന്നവൻ വലിച്ചാലും നമുക്കതിൻ്റെ ഇത് കിട്ടിയാൽ നമുക്കും അതിൽ നിന്നും കുറേ നിക്കോട്ടിനൊക്കെ അകത്ത് ചെല്ലാൻ സാധ്യതയുണ്ട്. അപ്പം മറ്റുള്ളവർക്കും ശല്യം ഉണ്ടാക്കുന്നതാണ്. അപ്പം പിന്നെ അത് മറ്റുള്ളവരെയും കൂടെ രോഗികളാക്കുന്നതിലും ഭേദം ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പം ആ ഭാര്യയ്ക്ക് അലർജിയാണ്, രോഗമാണെന്ന് പറഞ്ഞിട്ടും ഭർത്താവിൻ്റെ കാല് മുറിച്ചിട്ടും അയാൾക്കൊരു മാനസാന്തരവും ഉണ്ടാകുന്നില്ല. അപ്പം അദ്ദേഹത്തിന് തന്നെ ഒന്ന് തോന്നിയാലേ ഇതിൽ നിന്നൊരു മുക്തി നേടാൻ പറ്റുള്ളൂ. അച്ഛൻ പറഞ്ഞതുപോലെ ഇത് ഒരു ചികിത്സയ്ക്ക് തന്നെ ആവശ്യമുണ്ട്. ഇപ്പം പുകവലിക്കണമെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ അവരെത്തിച്ചു കൊടുക്കാതെ ഇവർക്ക് പറ്റത്തില്ല. ഈ പുള്ളിക്ക് വലിക്കാൻ പറ്റത്തില്ലല്ലോ, കാലും വയ്യാതെ എങ്ങോട്ട് പോയി. അപ്പം അത് എത്തിക്കാതിരിക്കാനുള്ള പരിശ്രമം നടന്നാൽ മതി എന്നാണ് എൻ്റെ. അപ്പം പുള്ളിക്ക് എന്തായാലും സ്വന്തമായിട്ട് ചെന്ന് ഒന്നും ചെയ്യുന്നില്ല, ആരെങ്കിലും മുഖേനയാണ്. അപ്പോൾ അവർ മുഖേനയുള്ള ഈ ഇങ്ങനെ കൊണ്ടി പോകും. അപ്പം അത് ആ സാഹചര്യങ്ങൾ ഒഴിവാക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകം പ്രാർത്ഥിക്കുക.
അതാണ് ഭാര്യയുടെ പ്രാർത്ഥന ഭർത്താവിന്. പിന്നെ അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ആലയം, എൻ്റെ ആലയം നിങ്ങൾ പരിശുദ്ധമാക്കണം, അല്ലാതെ അശുദ്ധമാക്കരുത് എന്ന് പറഞ്ഞ്. പക്ഷെ അത് അശുദ്ധമാക്കാതെ സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരും നമ്മൾക്ക് തന്നെ ഒരു കടമയുണ്ട്. അത് സാധിക്കുന്നില്ലെങ്കിൽ ഭാര്യയുടെ പ്രാർത്ഥന വളരെ ഫലം ചെയ്യും, വളരെ ഫലം ചെയ്യും. തീർച്ചയായിട്ടും നിമ്മി പറയുന്നത് ഞാൻ അതിനോട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഭാര്യ മേടിച്ചു കൊടുക്കുമെന്ന് എനിക്ക് വിചാരമേ ഇല്ല. ഇങ്ങനെയുള്ളവർക്കൊക്കെ കൂട്ടുകാരൊക്കെ ഒത്തിരി ഉണ്ടാകും, അവരൊക്കെ അത് സപ്ലൈ ചെയ്യും. ഏതായാലും അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഫിൽസി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് അച്ഛൻ പ്രതീക്ഷിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹധിയുമായ പൊന്നുതമ്പുരാനെ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ സമർപ്പിച്ച ഈ 2 കുടുംബങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. അവരുടെ മാനസികമായ അസ്വസ്ഥതകൾ, വിഷമങ്ങൾ അങ്ങ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അങ്ങ് തന്നെ ഇടപെടണമേ. ആ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അവരുടെ പ്രവർത്തനങ്ങളെ അങ്ങ് നിയന്ത്രിക്കണമേ. ഈശോയെ അത്ഭുതകരമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ കുടുംബത്തിലെ എല്ലാ ദുശ്ശീലങ്ങളും മാറ്റി പൂർണ്ണമായ പരിരക്ഷയിലേക്ക് അവരെ നയിക്കണമേ. അങ്ങയുടെ രക്ഷ അവർക്ക് തൊട്ടറിയുവാൻ തക്കവണ്ണം അങ്ങ് ഇടപെടണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.